മറ്റൊരു ദിവസം ജൻപത്തിലെത്തി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാം. അത് ചരടാണോ ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ളതിൽ ഈ CPM സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചരടാണ് എന്നാണ്, പക്ഷേ അതവിടെ വ്യക്തമല്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ആളുടെ സാന്നിധ്യം നോക്കൂ, അത് ആൻ്റണിയാണ്, പത്തനംതിട്ടയിലെ MP ആണ്. അദ്ദേഹവും പറയുന്നു തൻ്റെ മണ്ഡലത്തിലെ ശബരിമലയിലെ ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നതാണ് അദ്ദേഹം പറയാൻ സാധ്യതയുള്ളത്. ഇതുവരെ ആൻ്റണി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഭീമ ജുവലറി സ്പോൺസർ ചെയ്ത ഗൂർഖ ജീപ്പിന്റെ താക്കോൽ കൈമാറുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്നാണ് അത് ഏറ്റുവാങ്ങുന്നത്. ആ സമയത്ത് സാക്ഷാൽ DGP ഉണ്ട്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുണ്ട്, ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പ്രേക്ഷകർക്ക് കാണാം. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെ സമയത്ത് ശ്രീകോവിലേക്ക് തന്ത്രി രാജീവ് കണ്ഠർ പോകുമ്പോൾ അനുഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ചിത്രം 2007 എടുത്ത ചിത്രമാണ്. നോക്കൂ, ഇത് മറ്റൊരു സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു ചിത്രം കൂടി പ്രേക്ഷകർക്ക് കാണാം. ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നവരുടെയൊക്കെ ചിത്രങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞോ അറിയാതെയോ ചിത്രങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പെടുത്തുകയായിരുന്നോ ഇവരെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതൊരു ഭാഗത്ത് സോണിയാഗാന്ധി നിൽക്കുന്നു, അടൂർ പ്രകാശ് UDF കൺവീനർ നിൽക്കുന്നു, കടകംപള്ളി സുരേന്ദ്രൻ നിൽക്കുന്നു, പത്മകുമാർ നിൽക്കുന്നു, വാസു നിൽക്കുന്നു, മറുഭാഗത്ത് ഈ പറയുന്ന തന്ത്രി രാജീവ് കണ്ഠർ നിൽക്കുന്നു.